ഒരു മനുഷ്യൻ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് നമ്മൾ ഒരു പട്ടിയുടെ വില കൂടെ കൊടുക്കാറില്ല. പക്ഷേ അവർ മരിച്ചതിന് ശേഷം അവർക്ക് ഒരു 100 ചടങ്ങുകൾ ചെയ്യും. ആ ചടങ്ങുകൾ കൊണ്ട് അവരുടെ ആത്മാവിന് എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിന് സമാധാനമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയാസ്പദമാണ്. എന്താണെന്ന് ചോദിച്ചാൽ അത് ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുകയും അവരോട് അവരുടെ സങ്കടാവസ്ഥകളിൽ അവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയും അവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ രണ്ട് വാക്കുകൾ സംസാരിക്കുകയും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മരിച്ചതിന് ശേഷം അവരുടെ ആത്മാവും തൃപ്തിയാവും, നമ്മൾക്കും മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാകും. എങ്കിൽ മാത്രമേ നമുക്കൊരു സങ്കടാവസ്ഥ വരുമ്പോൾ ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുകയുള്ളൂ. ദൈവം എന്ന് പറഞ്ഞത് മനുഷ്യൻ തന്നെയാണ്. അതാദ്യം നിങ്ങൾ ചിന്തിക്കുക. ദൈവം അമ്പലങ്ങളിലോ പള്ളികളിലോ മോസ്കുകളിലോ അല്ല, നമ്മുടെ മനസ്സിലാണ് ഇരിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ മനുഷ്യത്വപരമായിട്ട് എല്ലാവരോടും പെരുമാറുകയും ചെയ്യുക. ആരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്താലും അത് സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള ഒരു മനസ്സ് ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു.